ഈ അങ്കണവാടി വർക്കർമാർക്കും ടീച്ചർമാർക്കും ശരിക്കും പെൻഷൻ കിട്ടുന്നുണ്ടോ? രണ്ട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഞാൻ ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർപേഴ്സണുമായിട്ടും ക്ഷേമനിധി ബോർഡിൻ്റെ ഓഫീസർമാരുമായിട്ടും മറ്റ് ഓഫീസർമാരുമായിട്ടും ഞാൻ സംസാരിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. ഇങ്ങനെ സംസാരിക്കാൻ കാരണം ധാരാളം സ്ത്രീകളാണ് ഇതിനകത്തുള്ളത്. എനിക്ക് മെസ്സേജ് ഇടുകയും വോയിസ് ഇടുകയൊക്കെ ചെയ്തു, സാർ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയില്ല. അങ്ങനെയാണ് ഇത് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നിങ്ങളുടെ ജൂൺ മാസം വരെയുള്ള പെൻഷൻ പോയിട്ടുണ്ട്. മെയ് മാസമാണ് പറഞ്ഞത്, പിന്നെ ജൂൺ ആയല്ലോ. ഇപ്പം ഞാൻ ചോദിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ജൂൺ മാസം വരെയുള്ളത് പോയിട്ടുണ്ട്, യാതൊരു പെൻഡിങ്ങും ഇല്ല, ട്രഷറിയിൽ ബില്ല് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. പിന്നെ ജൂലൈയിലാണ് വരാൻ, അതിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ബാക്കി മാസങ്ങളുടേത് വന്നിട്ടുണ്ട്. ഇനി പെൻഷൻ കിട്ടാത്ത കുറച്ച് പേരുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ഒരു 300 പേർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അതെന്തെന്നാൽ സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പിൽ ഒരു ഫയലുണ്ട്. ഇത് കേൾക്കുകയും ഇത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യണം. അംഗൻവാടി വർക്കർമാരായാലും ഹെൽപ്പർമാരായാലും ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ഈ ചാനലിൽ വരുന്ന വാർത്തകൾ മാത്രം കേട്ട് ഗ്രീവിയൻസ് എന്നോട് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം സെക്രട്ടേറിയറ്റിൽ ധനകാര്യ വകുപ്പ് ശ്രീ കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര എന്നുള്ള MLA ആയിട്ടുള്ള കെ എൻ ബാലഗോപാലിൻ്റെ ധനകാര്യ വകുപ്പിൽ ഇതിൻ്റെ ഫയലുണ്ട്. ആ ഫയലിൽ എന്തെന്നുള്ള ഒരു 300 പേർക്ക് താഴെയുള്ളവരുടെ പ്രശ്നമാണ്. കാരണം അംഗൻവാടി വർക്കറോ ഹെൽപ്പറോ നിങ്ങളുടെ നല്ല പ്രായമായവരാണല്ലോ പലരും. അവർ മക്കളുടെയോ ചെറുമക്കളുടെയോ പ്രസവത്തിനും കുഞ്ഞൂണിനും അസുഖങ്ങൾക്കും ഭർത്താവിൻ്റെ മരണവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ 5-6 മാസം ലീവ് എടുത്തിട്ടുണ്ട്. ലീവ് എടുക്കുന്നുമ്പേ നിങ്ങളോട് ആരും പറഞ്ഞില്ല നിങ്ങൾ ക്ഷേമനിധി കട്ടായിപ്പോവും ലീവ് എടുക്കുമ്പോൾ പൈസ അടയ്ക്കണമെന്ന്. ഇത് 2016 ഈ ഉത്തരവ് വന്നത്, ഇങ്ങനെ അടയ്ക്കണമെന്ന്. അത് നിങ്ങൾ തിരിച്ച് ജോയിൻ ചെയ്തപ്പോഴും നിങ്ങൾ ഒരു ICDS ഓഫീസറോ ഒരു CDPO നിങ്ങളോട് പറഞ്ഞില്ല. ശരിക്കും അവർ ഉത്തരവോടെ ഉണ്ടായിരുന്നു. നിങ്ങളോട് പറയണമായിരുന്നു ഉടൻ തന്നെ പൈസ അടയ്ക്കാൻ. നിങ്ങൾ പൈസ അടച്ചുമില്ല. നിങ്ങളിത് അറിയാതെ ക്ഷേമനിധി പാസ്ബുക്കും നിങ്ങൾക്ക് സുഖമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എവിടെ വച്ചിരുന്നു? CDPOമാരെ കയ്യിലിരുന്നു. അവരും ഇത് അറിഞ്ഞില്ല, നിങ്ങളും അറിഞ്ഞില്ല. പെൻഷൻ പറ്റിയപ്പോഴാണ് പേപ്പറുകൾ അങ്ങോട്ട് അയക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് പെൻഷൻ ഇല്ല. അങ്ങനെ 300 പേരുടെ പ്രശ്നം കിടപ്പുണ്ട്. അപ്പോൾ എന്നെ വിളിക്കുന്നവരിലോ എനിക്ക് വോയിസ് ഇടുന്നവരിലോ ഈ 300 പേരിൽ വരുന്നവരാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അടിയന്തിരമായി മന്ത്രിക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അത് വഴക്കും വക്കാണോ അല്ല, അവർ സമരത്തിന് പോകുന്നതല്ല. നിങ്ങൾ വെള്ള പേപ്പറിൽ നിങ്ങൾ ധനകാര്യമന്ത്രിക്ക് പരാതി എഴുതി, വീണ ജോർജിനും പരാതി എഴുതി, ഇത് നിങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഫോളോ അപ്പ് ചെയ്യണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് അടക്കമുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർ അല്ലെങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ പത്തനംതിട്ടയുള്ളവരുണ്ട്. പത്തനംതിട്ടയുള്ള അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും വീണ ജോർജിനെ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാം. കൊല്ലം ജില്ലയിലുള്ളവർക്ക് ബാലഗോപാലിനെ ഫോളോ അപ്പ് ചെയ്യാം. തിരുവനന്തപുരത്തുള്ളവർക്ക് സെക്രട്ടേറിയറ്റിനെ ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് യൂണിയനും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. എന്തായാലും ആരോ ഒരാൾ കള്ളം പറയുന്നു. ഒന്നുകിൽ ആശാ വർക്കർമാരും ഹെൽപ്പർമാരും കള്ളം പറയുന്നു, അല്ലെങ്കിൽ അത് ഒരാളല്ല ഒരുപാട് പേരുണ്ട് അവർ കള്ളം പറയുന്നു, അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് കള്ളം പറയുന്നു. രണ്ടായാലും പെൻഷൻ കിട്ടുന്നില്ലെങ്കിൽ അത് കഷ്ടമാണ്. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് അത് മേടിക്കുക. 300 പേരെ കാര്യം സെപ്പറേറ്റ് വിഷയമാണ്. അത് ഞാൻ പറഞ്ഞ പോലെ ധനകാര്യ വകുപ്പിൽ നിന്നൊരു ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് അങ്ങനെ കറക്റ്റ് ചെയ്ത് നിങ്ങൾ ഓർഡർ വാങ്ങി പെൻഷൻ വാങ്ങുക. 62 വയസ്സ് വരെ ജോലി ചെയ്തതിന് ശേഷം 2022 ശേഷം പെൻഷൻ കിട്ടാതെ എന്ന് പറഞ്ഞാൽ 65 വയസ്സായ ആളിന് പെൻഷൻ കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലർക്ക് 70 വയസ്സായിട്ട് പെൻഷൻ കിട്ടുന്നില്ല. അത് കഷ്ടമാണ്, സങ്കടമാണ്, ദുഃഖമുള്ളതാണ്, ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ ഓഫീസർമാരും ഇത് ഗൗരവമായി എടുക്കുക. നിങ്ങൾക്ക് വരുന്ന ഓർഡറുകൾ യഥാസമയം നിങ്ങൾ താഴെ കൊടുത്താൽ മാത്രമേ അവർക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യത്തിന് മീറ്റിംഗ് വിളിക്കുന്നു, എന്തെല്ലാം മെസ്സേജുകൾ നിങ്ങൾ വാട്സപ്പിൽ ഇടുന്നു, അപ്പോൾ ഇവരെ സംബന്ധിക്കുന്ന അംഗൻവാടിക്കാരെ സംബന്ധിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഡർ വന്നാൽ ദയവായി നിങ്ങളത് വാട്സപ്പുകൾ ഗ്രൂപ്പുകൾ കൊടുക്കുക. അത് മീറ്റിങ്ങുകൾ കൃത്യമായി പറയുക. വേണമെങ്കിൽ അവർക്ക് ഫോട്ടോസ്റ്റാറ്റ് കോപ്പി കൊടുക്കുക. അതിൻ്റെ പൈസ വേണമെങ്കിൽ അവരെ കയ്യിൽ നിന്ന് മേടിച്ചോളുക.